രാത്രി മുഴുവനും ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത്. രാവിലെ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അയക്കാം. പക്ഷെ ആ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത ഞാൻ അയച്ചാലും അത് അവിടെ കിടക്കും എന്നല്ലാതെ ഇതാരും അറിയാനും ഒന്നും പോകുന്നില്ല. പക്ഷെ എനിക്കിത് അറിയണം, എല്ലാവരും അറിയണം എന്റെ പ്രതിഷേധം, എന്റെ ശരി. എനിക്ക് രാവിലെ തോന്നി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ എന്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചത്. സംഘടനയിൽ നിന്ന് ആരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, അവർ വിളിക്കുകയില്ല. കാരണം അവരെ സംബന്ധിച്ച് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സംഘടനയിൽ ഇല്ലാതെ പോയത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ എന്നും അവർക്കൊരു തലവേദനയായിരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് എന്തുകൊണ്ടാണ്, എവിടെയാണ് ഇങ്ങനെ ഒരു നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടത്. 21 പേർ കൂറുമാറുക എന്നുള്ളത് മാത്രമല്ല, പല കാര്യങ്ങളും അതിൽ നടന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് പുറത്തു പോയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ആ മെമ്മറി കാർഡ് പലരും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഏതോ ഒരു ഓഫീസർ ഇരുന്ന് ചാനൽ പറയുന്നുണ്ട് അതിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇതെല്ലാം കോടതിക്കുള്ളിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇനി നമ്മൾ അടുത്ത അപ്പീലിന് പോകുമ്പോഴാണ് നമുക്ക് പറയാനുള്ളതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് അവളും വേണം അവനും വേണം, അങ്ങനെ ഒരു ഇതുണ്ടോ? ഒന്നുകിൽ നമ്മൾ ശരിയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ തെറ്റിനോടൊപ്പം നിൽക്കുക. ശരിയോടൊപ്പവും തെറ്റിനോടൊപ്പവും ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് നിലപാടില്ലായ്മയാണ്. അത് എടുക്കുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ പണവും അയാളുടെ സ്വാധീനവും, അയാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പൊസിഷനും. അവൾക്ക് സ്വാധീനവുമില്ല, പണവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവൾ നിശബ്ദയായി പോരാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊക്കെയാണ് അയാളുടെ ധൈര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമ്പത്തിലും സ്വാധീനമുള്ളവരെല്ലാവരും അയാളോടൊപ്പമാണ്. സംഘടനകളിലും എല്ലാം അയാളോടൊപ്പമാണ് അവരെല്ലാവരും നിൽക്കുന്നത്. നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്റർവ്യൂ. അല്ല, അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ. എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുതുന്ന ഒരു വേട്ടക്കാരനാണ്. അവൾ കരയണം, അവളുടെ ജീവിതം ഇല്ലാതെയാകണം. അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല? ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത്.